എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ശ്രവിക്കുന്നത് ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള വാത്സല്യത്തിൻ്റെ ശാശ്വതവും മാറ്റമില്ലാത്തതുമായ സ്നേഹത്തെക്കുറിച്ചാണ്. യിരെമ്യാവ് 31:3. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഈ ഗൗരവമേറിയ വാക്യം ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള നിലനിൽക്കുന്ന സ്നേഹത്തെയും വിശ്വസ്തതയെയും എടുത്തു കാണിക്കുന്നു. ദൈവത്തോടുള്ള അനുസരണക്കേട് നിമിത്തം പ്രവാസത്തിലും കഷ്ടപ്പാടിലും ആയിരുന്ന ഇസ്രായേൽ ജനതയെയാണ് യിരെമ്യാവിൻ്റെ പുസ്തകം അഭിസംബോധന ചെയ്യുന്നത്. ഈ പശ്ചാത്തലത്തിൽ പ്രത്യാശയുടെയും പുനഃസ്ഥാപനത്തിൻ്റെയും സന്ദേശമായി ഇത് പ്രകടമാകുന്നു. ഈ അധ്യായത്തിൽ ദൈവം ഇസ്രായേലിനെ തൻ്റെ അചഞ്ചലമായ സ്നേഹത്തെക്കുറിച്ച് ഉറപ്പു നൽകുകയും അവരുടെ മുൻകാല അവിശ്വസ്തത ഉണ്ടായിരുന്നിട്ടും അവരെ പുനഃസ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപനം തൻ്റെ ജനത്തോടുള്ള അവൻ്റെ വാത്സല്യത്തിൻ്റെ ശാശ്വതവും മാറ്റമില്ലാത്തതുമായ സ്വഭാവത്തെ ഊന്നിപ്പറയുന്നു. ഈ സ്നേഹം അവരുടെ പ്രവൃത്തികളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് അവൻ്റെ ഉറച്ച സ്വഭാവത്തിൽ നിന്നാണ് ഉയർത്തുവന്നത്. ഞാൻ നിങ്ങളെ ദയയാൽ ആകർഷിച്ചു എന്ന വാചകം ദൈവത്തിൻ്റെ സൗമ്യമായ മാർഗനിർദ്ദേശത്തെയും അനുകമ്പയെയും ചിത്രീകരിക്കുന്നു. അവരുടെ പോരായ്മകൾക്കിടയിലും തൻ്റെ ജനത്തെ തന്നിലേക്ക് തിരികെ നയിക്കുന്നു. ഈ ശക്തമായ വാക്യം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെയും കാരുണ്യത്തെയും സൂചിപ്പിക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലോ അവനിൽ നിന്ന് അകന്നു നിൽക്കുന്നതായി തോന്നുമ്പോഴോ അവൻ്റെ നിലനിൽക്കുന്ന ദയയിൽ ആശ്രയിക്കാൻ ഇത് വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ശാശ്വതമാണ്. അവൻ നമ്മെ തുറന്ന കൈകളാൽ സ്വാഗതം ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് അവനിലേക്ക് മടങ്ങാൻ ആശ്വാസവും പ്രചോദനവും നൽകുന്നു. സ്നേഹപിതാവേ, അങ്ങയുടെ അചഞ്ചലമായ ദയയിലൂടെ ആളുകളെ തിരികെ കൊണ്ടുവരുന്നതിന് ഉള്ള നിത്യസ്നേഹത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും ആഴത്തിന് നന്ദി. ഇത് ഉറപ്പും പ്രത്യാശയും പ്രോത്സാഹനവും നൽകുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ ഏതു തന്നെയായാലും ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരവും ക്ഷണിക്കുന്നതുമായി തുടരുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.